ഭാരതത്തിന്റെ ഗതാഗത ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെടാൻ പോകുന്ന ഒരു വിപ്ലവത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ 2027 ഓഗസ്റ്റ് 15-ന് ട്രാക്കിൽ ഇറങ്ങുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചു. രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കും ഇതെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. അടുത്ത വർഷം തന്നെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ഇന്ത്യയുടെ മണ്ണിൽ പരീക്ഷണ ഓട്ടം നടത്തുന്നത് കാണാൻ സാധിക്കുമെന്ന ആവശ്യം മന്ത്രി പങ്കുവച്ചു. വളരെ സങ്കീർണമായ സാങ്കേതിക വിദ്യകളും ആധുനിക എഞ്ചിനീയറിംഗ് മികവും സമ്മേളിക്കുന്ന ഈ പദ്ധതി ഇന്ത്യൻ റെയിൽവേയുടെ മുഖച്ഛായ തന്നെ മാറ്റുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് ലഭിച്ച അഭൂതപൂർവമായ ജനപ്രീതിയും വിജയവുമാണ് ഇത്തരമൊരു വലിയ ചുവടുവെപ്പിന് റെയിൽവേക്ക് ആത്മവിശ്വാസം നൽകിയതെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത വന്ദേ ഭാരത് ട്രെയിനുകൾ സുരക്ഷയിലും വേഗതയിലും ആഗോള നിലവാരത്തോടെയാണ് മത്സരിക്കുന്നത്. രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ഇന്ന് വന്ദേ ഭാരത് ട്രെയിനുകൾക്കായി ജനങ്ങൾ മുറവിളി കൂട്ടുകയാണ്. മിക്കവാറും എല്ലാ പാർലമെന്റ് അംഗങ്ങളും തങ്ങളുടെ മണ്ഡലങ്ങളിലൂടെ വന്ദേ ഭാരത് ഓടണമെന്ന് ആവശ്യപ്പെട്ട് നിവേദനങ്ങൾ നൽകുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ ജനപിന്തുണ റെയിൽവേയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ ഊർജ്ജമാണ് നൽകുന്നത്. വന്ദേ ഭാരതിന്റെ വിജയത്തിന് പിന്നാലെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളും ട്രാക്കുകളിൽ എത്താൻ സജ്ജമായി കഴിഞ്ഞു. ദീർഘദൂര യാത്രക്കാർക്ക് വിമാനയാത്രയ്ക്ക് തുല്യമായ സുഖ സൗകര്യങ്ങളും സുരക്ഷയും ഉറപ്പാക്കുന്ന സ്ലീപ്പർ പതിപ്പുകൾ ഉടൻ തന്നെ സർവീസ് ആരംഭിക്കുമെന്നും അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. മുംബൈക്കും അഹമ്മദാബാദിനും ഇടയിലുള്ള 508 കിലോമീറ്റർ ദൂരത്തിലാണ് ഇന്ത്യയുടെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴി നിർമ്മിക്കുന്നത്. വെറും 2.5 മണിക്കൂറിൽ താഴെ സമയം കൊണ്ടാണ് ഈ ദൂരം പിന്നിടാൻ കഴിയുമെന്നതാണ് പദ്ധതിയുടെ പ്രധാന ആകർഷണം. നിലവിൽ 7 മണിക്കൂറിലധികം എടുക്കുന്ന യാത്രയാണ് ഇത്തരത്തിൽ ലാഭിക്കാൻ സാധിക്കുന്നത്. മുംബൈ, താനെ, വാപി, ബറൂച്ച്, സൂറത്ത്, വഡോദര, അഹമ്മദാബാദ് തുടങ്ങി 12ഓളം പ്രധാന സ്റ്റേഷനുകളെ ബന്ധിപ്പിച്ചാണ് ഈ പാത കടന്നുപോകുന്നത്. ഗുജറാത്തിലെയും മഹാരാഷ്ട്രയിലെയും വ്യവസായ നഗരങ്ങളെ തമ്മിൽ കോർത്തിണക്കുന്നതോടെ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സമുദ്രത്തിനടിയിലൂടെയുള്ള തുരങ്കം ഉൾപ്പെടെയുള്ള അത്യാധുനിക നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ പദ്ധതിയുടെ ഭാഗമായി നടക്കുന്നത്. ജപ്പാന്റെ സഹകരണത്തോടെ നിർമ്മിക്കുന്ന ഈ പാതയിൽ മണിക്കൂറിൽ 320 കിലോമീറ്റർ വേഗതയിലായിരിക്കും ട്രെയിൻ സഞ്ചരിക്കുക. ആദ്യഘട്ടത്തിൽ സൂറത്തിനും ബിലോമറയ്ക്കും ഇടയിലുള്ള 50 കിലോമീറ്റർ പാതയിലാണ് പരീക്ഷണ ഓട്ടം നടക്കുക. ഇതിനായുള്ള ട്രാക്ക് വിന്യാസവും സിഗ്നലിംഗ് ജോലികളും അതിവേഗം പുരോഗമിക്കുകയാണെന്ന് മന്ത്രി വ്യക്തമാക്കി. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഓരോ ഘട്ടവും താൻ നേരിട്ട് വിലയിരുത്തുന്നുണ്ടെന്നും അവർ പറഞ്ഞു. റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണവും ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിമാനത്താവളങ്ങളോട് കിടപിടിക്കുന്ന തരത്തിലുള്ള സ്റ്റേഷൻ മാസ്റ്റർ പ്ലാനുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഷോപ്പിംഗ് മാളുകൾ, കഫറ്റീരിയകൾ, വിശ്രമ മുറികൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി വെറുമൊരു വേഗതയേറിയ യാത്ര മാത്രമല്ല, അത് ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് കരുത്തിന്റെ പ്രതീകം കൂടിയാണെന്ന് അശ്വിനി വൈഷ്ണവ് കൂട്ടിച്ചേർത്തു. ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളാണ് ഈ പദ്ധതി വഴി സൃഷ്ടിക്കപ്പെടുന്നത്. പദ്ധതിക്കായി സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഏകദേശം പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു. മഹാരാഷ്ട്രയിലെയും ഗുജറാത്തിലെയും സർക്കാരുകൾ പദ്ധതിക്കായി വലിയ സഹകരണമാണ് നൽകുന്നത്. സിവിൽ ജോലികളുടെ ഭൂരിഭാഗവും ഇതിനകം പൂർത്തിയാക്കിയിട്ടുണ്ട്. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് തന്നെയാണ് ഏറ്റവും വലിയ മുൻഗണന നൽകുന്നത്. ട്രെയിൻ കൺട്രോൾ സിസ്റ്റം, ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സംവിധാനം തുടങ്ങിയ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രകൃതിക്ഷോഭങ്ങളെയും ഭൂകമ്പങ്ങളെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള ട്രാക്കുകളാണ് നിർമ്മിക്കുന്നത്. പരിസ്ഥിതി സൗഹൃദമായ ഗതാഗത സംവിധാനം എന്ന നിലയിൽ ബുള്ളറ്റ് ട്രെയിൻ വലിയ മാറ്റം കൊണ്ടുവരും. റോഡ് മാർഗമുള്ള യാത്ര കുറയുന്നതോടെ അന്തരീക്ഷ മലിനീകരണത്തിലും കാർബൺ ബഹിർഗമനത്തിലും വലിയ കുറവുണ്ടാകുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യൻ റെയിൽവേയുടെ ഈ ആധുനികവൽക്കരണം ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ചൈനയ്ക്കും ജപ്പാനും ശേഷം ബുള്ളറ്റ് ട്രെയിൻ ശൃംഖലയുള്ള ലോകത്തെ പ്രധാന രാജ്യമായി ഇന്ത്യ മാറുന്ന ദിവസം വിദൂരമല്ലെന്ന് മന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. മുംബൈ അഹമ്മദാബാദ് പാതയ്ക്ക് ശേഷം രാജ്യത്തെ മറ്റ് മെട്രോ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പുതിയ ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴികളുടെ സാധ്യതയും സർക്കാർ പരിശോധിക്കുന്നുണ്ട്. ഡൽഹി, വാരണാസി, ഹൈദരാബാദ്, ബംഗളൂരു തുടങ്ങിയ റൂട്ടുകളാണ് പരിഗണനയിലുള്ളത്. തദ്ദേശീയമായി നിർമ്മിച്ച വന്ദേ ഭാരത് ട്രെയിനുകളുടെയും വരാനിരിക്കുന്ന ബുള്ളറ്റ് ട്രെയിനിന്റെയും സംയുക്തമായ വിപ്ലവമാണ് ഇന്ത്യൻ ട്രാക്കുകളിൽ ഇനി കാണാൻ പോകുന്നത്. യാത്രക്കാരുടെ സമയത്തിന് വില നൽകുന്ന പുതിയൊരു ഇന്ത്യയുടെ ഉദയമാണിതെന്ന് അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. റെയിൽവേയുടെ ബജറ്റ് വിഹിതത്തിൽ വലിയൊരു ഭാഗം ആധുനികവൽക്കരണത്തിനായി മാറ്റിവെച്ചിട്ടുണ്ട്. ഇതിന്റെ ഫലമാണ് ഇപ്പോൾ കാണുന്ന മാറ്റങ്ങൾ. സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന നിരക്കിൽ മികച്ച യാത്രാ സൗകര്യം ഒരുക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. 2027 ഓഗസ്റ്റ് 15-ന് ബുള്ളറ്റ് ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്യുമ്പോൾ അത് ഇന്ത്യയുടെ സ്വപ്നങ്ങളുടെ വേഗതയ്ക്കുള്ള അംഗീകാരമായിരിക്കും. സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന്റെ മറ്റൊരു നാഴികക്കല്ല് കൂടിയായിരിക്കും അത്. ഭാവിയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച റെയിൽവേ ശൃംഖലയായി ഇന്ത്യയെ മാറ്റാനുള്ള ദീർഘകാല പദ്ധതിയുടെ തുടക്കം മാത്രമാണിതെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവ് തന്റെ പ്രസംഗത്തിൽ ആവർത്തിച്ചു.